എന്നെപ്പോലെ വൈകല്യമുള്ള പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും സാഗര കുട്ടി തള്ളിക്കളഞ്ഞില്ലല്ലോ മഹി. അവിടെയാ അവന്റെ വേറിട്ട സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാ കരുണയ്ക്കും നമുക്കൊക്കെ ഡ്രസ്സ് വാങ്ങിയ കൂട്ടത്തില് സാഗറിനും ഡ്രസ്സ് വാങ്ങിയത്. അത് നല്ല കാര്യം. നമുക്ക് സുഹൃത്തുക്കളായിട്ടും സഹായികളായിട്ടും അധികം ആൾക്കാരൊന്നും ആവശ്യമില്ല, കുറച്ചു മതി. പക്ഷേ അവർ നല്ലവരായിരിക്കണം. അത്തരക്കാർക്ക് എന്ത് സഹായം ചെയ്യുന്നതിലും തെറ്റില്ല. അവര് പക്ഷേ ഏത് പ്രതിസന്ധിയിലും നമുക്കൊപ്പം നിൽക്കണമെന്ന് മാത്രം. അങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിലാ സാഗറെന്ന് എനിക്ക് തോന്നിയത്. നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരാള്. താൻ സാഗറിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും തനിക്ക് അവനെ കൂടെ കൂട്ടാം. ആ പിന്നെ എടോ, തന്നെ വെറുക്കുന്ന തന്റെ അനിയത്തി ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. അവൾ ആഗ്രഹിച്ചതിനേക്കാളും നല്ല ഭംഗിയുള്ള നെക്ലേസ് അല്ലേ ഉണ്ണി പ്രസന്റ് ആയിട്ട് കൊടുത്തത്? അത് അവള് മാത്രമല്ല, അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ അവ കൊടുത്ത സമ്മാനം കണ്ട് സന്തോഷിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ നമുക്ക് ഉടനെ അവിടെ എത്തണ്ടേ? ഉണ്ണി പ്രത്യേകം പറഞ്ഞതാ ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മളും ഉണ്ടാവണമെന്ന്. അതിനല്ലേ ഞാൻ റെഡിയായത്. നമുക്ക് ഉടനെ അവിടെ എത്തണം. കരുണയ്ക്കോ അച്ഛനും മുത്തശ്ശിക്കൊന്നും അതിൽ വലിയ താല്പര്യമൊന്നും കാണില്ല. എന്നാലും അവൾ ആ നെക്ലസ് ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. താനിപ്പോഴും കരുണയെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിച്ചതെങ്കിലും എന്നെക്കാളും 4-5 വയസ്സിന് ഇളയതാ അവള്. അതുകൊണ്ട് അവളുടെ ശാഠ്യവും ദുർവാശിയൊന്നും ഞാനത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവക്ക് ഞാനാ ശത്രു. പക്ഷെ ഒരിക്കലും അവൾ എനിക്കൊരു എതിരാളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ച് സർവം സഹായ ഒരു ഭാര്യയായിരിക്കണം എന്റെ ഭാര്യയെന്ന് എനിക്ക് അഭിപ്രായമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, പ്രത്യേകിച്ച് മനസ്സിനകത്ത് നന്മയില്ലാത്തവരുടെ മുന്നിൽ. പോവാം. മോളെ, എന്താ ഈ കഴിച്ച കിടക്കുന്നേ? അയ്യോ, പണാന്ന് തിളങ്ങുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കേക്ക് മുറിക്കുമ്പോ കണ്ണച്ചാരെയും മഹാലക്ഷ്മിയെ ഞെട്ടിക്കൂന്ന്. ഇത് കണ്ടു കഴിഞ്ഞാലേ മുത്തശ്ശിയുടെ കണ്ണ് തള്ളിയതുപോലെ അവരുടെയും കണ്ണ് തള്ളില്ലേ? പിന്നില്ലേ. ഇതാരാ വാങ്ങിച്ചു തന്നെ? വേറെ ആരാ? എന്റെ ഉണ്ണിയേട്ടൻ തന്നെ. അയ്യോ, അപ്പൊ മോളുടെ സങ്കടമൊക്കെ മാറിയല്ലോ. അവക്ക് കണ്ണിന് ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ സ്വർണം വാങ്ങിച്ചു കൊടുക്കേ. അവന്റെ ഏതോ ജർമ്മനിയിലോ ജപ്പാനിലോ ഒക്കെ കിടക്കുന്ന കൂട്ടുകാരൻ നെക്ലസ് വാങ്ങിച്ചു കൊടുത്തപ്പോ മോക്ക് വലിയ സങ്കടമായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? മാറിയെന്ന് മാത്രല്ല, ഉണ്ണിയേട്ടൻ എന്നോടുള്ള സ്നേഹവും എനിക്കിന്ന് മനസ്സിലായി മുത്തശ്ശി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, മോൾ ആരെ കുറ്റപ്പെടുത്തിയാലും ഉണ്ണിമോനെ കുറ്റപ്പെടുത്തരുത്. അവൻ പ്രതാപന്റെ മോനാണെങ്കിലേ എനിക്കെന്റെ കൊച്ചുമോനാ. അതുകൊണ്ട് ആരവനെ വഴക്ക് പറഞ്ഞാലും എനിക്ക് നോകും. അത് മോളായാലും ശരി. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? പിന്നെ അല്ലാതെ. അവനെ വെറും ഉണ്ണിക്കുട്ടനല്ല, ഒരൊന്നൊന്നര ഉണ്ണിക്കുട്ടനാ. ഒന്നു മോനാ. അവിടെ റെഡിയല്ലേ? ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ നീ മോളുടെ കഴുത്തിലൊന്ന് നോക്കണം. അപ്പൊ നിനക്കൊരു കാഴ്ച കാണാം. എന്ത് പറ്റിയ കഴുത്തില്? മോളുടെ കഴുത്തിൽ ആരെങ്കിലും മാന്തോ മറ്റോ ചെയ്തിരുന്നോ? എടാ പൊട്ടാ, ആരും മോളുടെ കഴുത്തിൽ മാന്തി മുറിവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ മോൾ ഇത്ര സന്തോഷത്തോടെ ഇങ്ങോട്ട് വരുവോ? നോക്കടാ.
വാങ്ങിച്ചു തന്നത് അച്ഛാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.